മതി. ഇനി എന്തായാലും കുറച്ചു ദിവസത്തേക്ക് യാത്രയൊന്നുമില്ല. ഒറ്റ യാത്ര കൊണ്ട് തന്നെ മടുത്തു. രഘുവേട്ട, എന്താ രഘുവേട്ട ഇപ്പൊ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കുടുംബത്തോട് അവൻ എന്തുമാത്രം ദ്രോഹങ്ങൾ ചെയ്തതാണെന്ന് രഘുവേട്ടനും അറിയാവുന്നതല്ലേ? എന്നിട്ട് ഇത്രയും കാലം ഇവിടെ ഇല്ലാതിരുന്ന രഘുവേട്ടൻ പാടത്ത് വെച്ച് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവന്റെ കൂടെ കയറിപ്പോയി. എടോ, ഈ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനൊരു സംസാരം വേണോ? ശരി, കഴിച്ചിട്ട് മതി. ഈ കുടുംബത്തിനെയും ഹരിയെയും എല്ലാവരെയും അവൻ ട്രാപ്പ് ചെയ്തതാ. അതുപോലെ രഘുവേട്ടനെ അവൻ എന്തെങ്കിലും കുരുക്കിൽ ചാടിച്ചോന്നാ എനിക്കറിയേണ്ടത്. എന്നെ ആരും ഒരു കുരുക്കിലും ചാടിച്ചിട്ടില്ല. ഞാൻ ശരവണ്ണയും കൂട്ടി പാടത്തേക്ക് വന്ന എന്താന്ന് വെച്ചാ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സത്യം ജയിക്കണമെന്നാണല്ലോ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഇഷ്യൂ? താൻ ആ സാമ്പാർ കുറച്ചും കുഴിച്ച്. മതി മതി. ശരവണ, നീ ഇങ്ങോട്ട് വാ. എന്നമ്മ? നീ നേരത്തെ എന്നോട് പറഞ്ഞതൊക്കെ കരുതി കൂട്ടി ഉണ്ടാക്കി പറഞ്ഞതാ. സത്യത്തിൽ എന്താ നടന്നേന്ന് നീ രഘുവേട്ടനോട് പറഞ്ഞിരുന്നോ? എന്താ സുജാത ഇത്? ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാ പിന്നെ അത് അവസാനിച്ചല്ലോ എന്ന് കരുതി ആശ്വസിക്കല്ലേ വേണ്ടത്? അല്ലാതെ ശരവണ്ണെ എന്നെയൊക്കെ മാറി മാറി ചോദ്യം ചെയ്തിട്ട് താൻ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല രഘുവേട്ടാ, ഞാൻ പറയുന്നത് എന്താണെന്ന് താൻ ഇതെന്നെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കൂ? അതോ? സോറി രഘുവേട്ടൻ, കഴിക്കും. സാർ. ആ സ്വാമി, നമ്മുടെ ബോംബെ കമ്പനിക്കുള്ള മെയിൽ അയച്ചായിരുന്നു. അയച്ചിരുന്നല്ലോ. മറ്റേ US കമ്പനിയിലേക്കുള്ള മെയിലോ? അതും അയച്ചിട്ടുണ്ട്. ആ, അല്ല താനെന്ത് ഈ പാസ്പോർട്ടൊക്കെ ആയിട്ട് താൻ പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ? സാർ, ഇത് എൻ്റെ പാസ്പോർട്ട് അല്ല സാർ. ഞാൻ കുറച്ച് പേപ്പേഴ്സ് നോക്കിയപ്പോഴാണ് സാറിൻ്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടിയത്. എൻ്റെ പാസ്പോർട്ടാണോ? സാറിൻ്റെ ബർത്ത്ഡേ നാളെയാണോ? ആണോ? സാറിൻ്റെ ബർത്ത്ഡേ സാറിന് അറിയത്തില്ലേ? ഏയ്, എൻ്റെ ബർത്ത്ഡേ എൻ്റെ അമ്മയ്ക്കായിരുന്നു നിശ്ചയം. കുഞ്ഞുനാൾ മുതൽ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ചൊരുക്കും. കൈ നിറയെ സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ടായിരിക്കും. അമ്മ എന്നെയും കൂട്ടി അമ്പലത്തിലേക്ക് പോകും. പ്രത്യേക വഴിപാടുകൾ നടത്തും. പിന്നെ മനോഹരമായിട്ടുള്ളൊരു പിറന്നാൾ സദ്യ. ആഫ്റ്റർ ദാറ്റ് അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് എന്തൊക്കെയാണോ ഇഷ്ടം, ഏതൊക്കെ സ്ഥലങ്ങളാണോ ഇഷ്ടം, അവിടേക്കൊക്കെ ഒരു യാത്ര. അതൊക്കെ ജയാറിന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്കെന്നല്ലടോ, ആർക്കും അതൊക്കെ ഒരു മിസ്സിംഗ് തന്നെയായിരിക്കും. സർ, സാധാരണ വലിയ ബിസിനസ്സുകാരൊക്കെ അവരുടെ ബർത്ത്ഡേ ഒക്കെ ബിസിനസിന്റെ ഒരു ഈവന്റ് ആയിട്ടാ സംഘടിപ്പിക്കുക. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും വെച്ച്
അവർ ചില പുതിയ കരാറുകളും ഉണ്ടാക്കും, പുതിയ ബിസിനസ് ബന്ധങ്ങളും ഉണ്ടാക്കും. സാർ, നമുക്കും അങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചാലോ സാർ? നോ. ഇത്തവണ എൻ്റെ ബർത്ത്ഡേ എൻ്റെ വീട്ടിലായിരിക്കും സ്വാമി. സാർ? യെസ് സ്വാമി, ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ഞാൻ ആഘോഷിക്കും. അതാണ് എൻ്റെ തീരുമാനം. സാർ, അത് പ്രാക്ടിക്കലാണോ? സ്വാമി, ജീവിതം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചപ്പോൾ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഇരുട്ടിലാണ്. ഈ ഇരുട്ടിനൊരു പ്രത്യേകതയുണ്ട്. കറുത്ത കരിമ്പടം കൊണ്ട് അത് നമ്മളെ മൂടിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ജ്വലിച്ച് കത്തും. നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ടാവും. നമ്മളോടത് മുന്നോട്ട് നടക്കാൻ പറയും. അങ്ങനെ മുന്നോട്ട് നടന്ന് ഒരു സമയത്തും പ്രാക്ടിക്കലാണോ എന്നുള്ളൊരു ചോദ്യം